നമ്മൾ ചട്ടിയിൽ ഉരുളക്കിഴങ്ങ് നടുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ എടുത്തു വന്നതേ ഇന്ന് നമുക്ക് ഇതിലാണ് പണികളുള്ളത്. ഇവിടെ വെക്കട്ടെ. നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് ഇത് വെച്ചത്. അതുകൊണ്ട് നമുക്ക് പണിയെടുക്കാനായിട്ട് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇതാ ഒരു 15 ചട്ടിയോളം ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇതാ നല്ല സെറ്റായിട്ട് മുളയൊക്കെ വന്ന് ഇപ്പൊ മുളയല്ല ഇപ്പൊ ചെടി ആയിട്ടുണ്ട്. കാറ്റ് കണ്ടല്ലേ, കാറ്റ് തട്ടിയപ്പോഴത്തേക്കും ചെരിഞ്ഞു നോക്ക്. നമ്മൾ കൂടി നിൽക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഓരോരോ ചട്ടിയിൽ മാറ്റിയെടുത്ത് വെച്ചപ്പം ഇത് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിൽ ചെയ്യേണ്ട പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, വെയിൽ ഇങ്ങോട്ട് എത്തിയില്ലേ, ഞങ്ങൾ തണുപ്പത്തേക്ക് വെച്ചിട്ട് വെയിൽ കയറി വരികയാണ്. കൂടെ തണുപ്പത്തേക്ക് വെക്കുക. അപ്പൊ ഇവിടെ ഒരാളെ നോക്ക്, ഞങ്ങൾ ഐബൂനെ ഇങ്ങനെ ഇരുത്തിയിട്ടാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതെന്താ കുഞ്ഞോളൊന്നും കഴിക്കാൻ കുറച്ച് ക്യാരറ്റോ, ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് വല്ല വെച്ചു കൊടുത്താണ്. അപ്പം എന്താ കൊച്ചി വേഗം വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് കൊച്ചിനെ വിട്ടുതരാം. അപ്പൊ കുഞ്ഞോള് വീഡിയോ എടുക്കണം, എന്താ വെച്ചാൽ കറിയും കുറച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇങ്ങനെ സംവിധാനം കൊടുക്കുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് ഈ സീറ്റിൽ ഇരുത്തിയപ്പോൾ അവന് കുറച്ച് അവിടെ അടങ്ങി വെക്കും, അല്ലെങ്കിൽ ഒരാളെ എടുത്ത് വെക്കണം. ഉമ്മ അവിടെ ചെറിയൊരു പണിയിലാണ്. ഇതിലൊക്കെ കണ്ടില്ല ചെറിയ കളകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് പറിച്ചു ഒഴിവാക്കണം. കളയല്ല, ഫുള്ള് ചീര കേട്ടോ, ഇഷ്ടം പോലെ ചീര മുളച്ചിട്ടുണ്ട്. നമ്മൾ ഈ വളത്തുനിന്ന് മുളയ്ക്കുന്നതൊക്കെ ചീര ഉണ്ട്, കളയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചു ഒഴിവാക്കാം. പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്തതിൽ മാക്സിമം നമ്മൾ മണലും അതുപോലെ ചകിരിച്ചോറ് ഇട്ടുകൊണ്ട് നല്ല ഈ അത്യാവശ്യം വെയിലത്ത് വെച്ചാലും ആ തണുപ്പുണ്ട് കേട്ടോ. അതൊക്കെ നല്ല മണലാ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഫസ്റ്റ് നമ്മൾ ആദ്യം അതിൽ എടുക്കേണ്ട പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മണ്ണ് ഇട്ട് കൊടുക്കണം. നമ്മളത് ഇങ്ങനെ ചട്ടി നിറച്ചപ്പോഴേ നമ്മൾ ഇത്രയും അളവിൽ താഴ്ത്തിയിട്ടാണ് നമ്മൾ ആദ്യം നിറച്ചത്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം മണ്ണ് ഇട്ട് കൊടുക്കാൻ ഈ ലെവൽ വരെയെങ്കിലും നമ്മൾ മണ്ണിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതാ. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. കുറച്ച് പൊന്തിപ്പോയിട്ടോ, ഇത്രയും വളരുന്നതിന് മുന്നേ ചെയ്യണേനോ. നമ്മളെല്ലാം ഒരു കള വന്നോ, പടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഓരോ ദിവസം ഓരോന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നല്ല മണലാട്ടോ, മണ്ണ് തീരില്ല. കുറച്ച് ജൈവവളമായിട്ട് ആട്ടിൻകാഷ്ടവും മണലും മാത്രം ഇതിലെടുത്തിട്ടുള്ളൂ. നമുക്ക് നല്ല കിഴങ്ങുണ്ടായി കിട്ടാൻ, നല്ല വേരോട്ടം അതിൽ കിഴങ്ങ് സെറ്റായി കിട്ടാനൊക്കെ നല്ലത് മണല. മണ്ണ് ഉറച്ചു പോകും. ഇന്നലത്തെ ക്യാരറ്റിലും കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മണ്ണ് ഉറച്ചിട്ടാണ് ക്യാരറ്റ് ചെറുതല്ല അധികം വലുപ്പം വെക്കാത്തത്, താഴേക്ക് ഇതിന്റെ കാരണം എന്നൊക്കെ. നമുക്ക് ഇനി നടുമ്പോൾ എന്തായാലും മാക്സിമം മണലും ഇതുപോലെ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണം. പിന്നെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞ പിന്നെ ഒരാൾ പറഞ്ഞു അതും സത്യമാണെന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ സത്യം എന്ന് പറഞ്ഞാൽ നമുക്കും പറ്റിയൊരു ഇത് തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ തൈകൾ പറിച്ച് നടുമ്പോൾ, അതായത് ട്രേ തൈകൾ വാങ്ങിയിട്ട് നടുമ്പോൾ അങ്ങനെ പറിച്ച് നടുകയല്ലേ, അങ്ങനെ നടുമ്പം അതിൽ ചെരിവ് വന്നാലൊക്കെ ക്യാരറ്റ് അങ്ങനെ ആവും എന്ന് പറഞ്ഞു. അതിന്റെ വേര് നമ്മൾ പറിച്ച് നടുകയല്ലേ. അപ്പം നമുക്കും സക്സസ് ആയത് നമ്മൾ ഓരോ വിത്ത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പറിച്ച് നടാതെ അതിൽ തന്നെ വിത്ത് സെറ്റ് ആക്കണം. അപ്പൊ ഇനി നമുക്ക് എന്തായാലും വിത്ത് തന്നെ വെച്ചിട്ട് ഇതൊക്കെ നട്ടു കൊടുക്കണം. അതാ പറയാം, കമന്റ് വരുമ്പോഴാണ് നമുക്ക് വന്ന മിസ്റ്റേക്കുകളൊക്കെ അവർ പറഞ്ഞ് തരുമ്പോഴൊക്കെ നമുക്ക് തിരുത്തി പോകാനൊക്കെ കഴിയും. ഈ ഒരു ലെവൽ മതി. ഇതിലും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കുമ്പോഴൊക്കെ ഇനി മണ്ണൊക്കെ ഒഴിച്ചു സെറ്റാക്കി. അപ്പൊ ഇങ്ങനെ ഇനി നമുക്ക് എല്ലാ ചെടിയും വെക്കണം. ഇത് കണ്ടോ, ഫസ്റ്റ് റൗണ്ടിൽ മുള വരാതെ ചീഞ്ഞു പോയിരുന്നു. അപ്പൊ അത് നമ്മൾ മാറ്റി നട്ടിട്ട് ഇതിലും ഈ ചട്ടിയിലും ഉണ്ട് രണ്ട് ചെറുതായിട്ടുള്ളത്. അപ്പൊ ഇത്രയല്ല, ഇതിലും കുറച്ചും കൂടെ വലുപ്പം വെച്ചിട്ടാണ് നമുക്ക് മണ്ണിട്ട് കൊടുക്കുക. ഇതിലാവൂല. ഏതായാലും എടുത്ത സ്ഥിതിക്ക് ഇതിലും കുറച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പൊന്തി കിട്ടിയിട്ട് മണ്ണിട്ട് കൊടുക്കണം. ഓവർപ്പെടുന്നില്ല. അതുപോലെ ഇപ്രാവശ്യത്തെ ഉരുളക്കിഴങ്ങിലേ എന്താ അറിയില്ല, നമ്മളിവിടെ തണുപ്പ് കുറഞ്ഞു വരികയാണ്, അതുകൊണ്ടാണോ അറിയില്ല. എങ്ങോട്ടുണ്ടല്ലേ, നമ്മളെ തണ്ടിലൊന്നും നമ്മൾ ആദ്യം ചെയ്ത അത്ര ഒരു വണ്ണമില്ല അല്ലേ. ഒരു അയ്യോ കരയുന്നുണ്ടോ, അയ്യോ കുറച്ച് സമയം അങ്ങനെ ഒരു വണ്ണക്കുറവുണ്ട്. അപ്പൊ ഇനി നമ്മൾ വെക്കുന്നത് ഇപ്പൊ നല്ല വെയിലത്തെ വെച്ചത്, ഇനി നമ്മൾ വെക്കുന്നത് കുറച്ച് തണുപ്പും കുറച്ച് വെയിലും കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. ഓവർ വെയിൽ തട്ടിയിട്ടാണോ എന്നറിയില്ല. ആ തണുപ്പുള്ള സമയത്ത് ചെയ്ത ഉരുളക്കിഴങ്ങ് നല്ല സെറ്റായിരുന്നു. അന്നാണ് നമുക്ക് വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഉരുളക്കിഴങ്ങ് കിട്ടിയത്. അപ്പൊ ഇനി വേഗം ഇതിലൊക്കെ ഒന്ന്
ആദ്യം മണ്ണിട്ടിട്ട് സെറ്റാക്കട്ടെ കേട്ടോ. ഐബുവിനെ ഉമ്മ കൊണ്ടുപോയിട്ടോ, ഐബു നിൽക്കുന്നില്ല. നമ്മൾ ഈ ചെയർ വാങ്ങിയപ്പോ അവനവിടെ അടങ്ങിയിരിക്കുന്നു വെച്ച്, പക്ഷെ അവനാരെങ്കിലും ഇങ്ങനെ എടുത്ത് നടക്കണം, ശീലമായിപ്പോയി. ഇത് കണ്ടില്ല എത്ര വളർന്നാലുള്ള ബുദ്ധിമുട്ട്. മണ്ണിടാനും ബുദ്ധിമുട്ടാണ്, വേഗം ഇങ്ങനെ ചെരിഞ്ഞു പോകും. അപ്പം അതിന് മുന്നേ നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പണി ഉണ്ടാവും. അത്യാവശ്യം മണ്ണ് കയറുന്നുണ്ട് കേട്ടോ. നമ്മള് ചട്ടിയിൽ അത്രയും ലെവലിലല്ലേ മണ്ണ് കുറച്ചിട്ടല്ലേ ഇട്ടത്. അപ്പം ആ ഒരു ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ചട്ടിയിലും അത്യാവശ്യത്തിന് മണ്ണ് കയറുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാത്തിലും മണ്ണ് നിറച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, മണ്ണ് നിറച്ചിട്ട് നമ്മളെ ചെരിച്ചിൽ കണ്ടില്ല, ഇതൊക്കെ ഇപ്പോഴും ചെരിഞ്ഞിട്ട് തന്നെ ഉള്ളത്, ചെരിച്ചിൽ വെക്കൂല. ഇതിന് നമ്മളിനി കുത്തു കൊടുക്കണം. കുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇഷ്ടംപോലെ, ഇന്നാലും നമ്മൾ ഓടേൻ്റെ ഇതിന് കൊടുത്തിന്. ഇപ്പം പ്ലാവിന്റെ കമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആടിന് തീറ്റായിട്ട് കൊണ്ടുവരുമ്പം അത് ആഞ്ഞെടുത്താട്ടോ, കുറച്ച് ഹൈറ്റ് ഉള്ള തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്കിനി കുത്തു കൊടുക്കണം. നമ്മൾ തക്കാളിക്കും ഒക്കെ കൊടുക്കുന്ന പോലെ. ഏറ്റവും സൈഡ് ചേർത്താട്ടോ വെക്കുന്നത്. ചിലത് വളഞ്ഞത് കറക്റ്റ് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ചെറുതായിട്ടത് കെട്ടുകൊടുത്താൽ മതി. ഈ പണി അങ്ങോട്ട് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ അതാണ്, ഇതിങ്ങനെ മറിയുന്നതിന് മുന്നേ ചെയ്യണം. ആ കുത്തനെ നിൽക്കുമ്പോൾ ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലെവലിലോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലാവിൻ്റെ കമ്പ് എടുത്തുകൊണ്ടൊരു ഗുണം എന്താ അറിയോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു പിടുത്തുണ്ട്. നമ്മൾ കെട്ടുന്ന കയറ് അവിടെ ലോക്കായി നോളും. ഓടയാകുമ്പോൾ ഊരി ഇങ്ങനെ വരും കെട്ട്. വലിയ ടൈറ്റിലല്ല, ചെറിയ ലൂസിലും കൂടെ ഇട്ടിട്ട് നമ്മളിതാ മുകളിൽ ഇതേപോലെ ഒരു ഇതാ പറയാം, ഇവിടെ ഇങ്ങനെ കയറ് തങ്ങി നിന്നോളും. എല്ലാ ഭാഗത്തും കിട്ടൂല, ചില ഭാഗത്ത് അതുപോലത്തെ ഒരു പിടുത്തം വരും. അങ്ങനെ കൊണ്ടാക്കി വെച്ചാൽ ഇനി അങ്ങനെ ചെയ്തില്ല. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരേ കെട്ട് കൊടുക്കുക, ചായന്നനുസരിച്ച് കെട്ട് കൊടുത്താൽ. കാറ്റ് വരുമ്പോഴത്തേക്കും ചെരിയുണ്ട്. ഇതിനൊക്കെ കുറച്ച് നല്ല പണി വേണ്ടി വരും. നോക്കിയിട്ട് ചെരിവ് നോക്കിയിട്ട് തന്നെ ഇതുപോലെ അധികം മണ്ണെണ്ണം എടുക്കണ്ട കേട്ടോ. നമുക്ക് ചെടിയിൽ അധികം തട്ടാതെ വേണം ഇതൊക്കെ ഓട്ടി കൊടുക്കാൻ. നമ്മൾ കൊടുത്ത കമ്പ് കഴിഞ്ഞു പോയി, അതൊന്ന് സെറ്റാക്കാണ്ട് ഇതാ ഇവിടെയൊക്കെ നമ്മൾ കെട്ട് കൊടുത്ത് വെച്ചാ കേട്ടോ. കെട്ടല്ല, കുത്ത് കൊടുത്ത് കെട്ട് കൊടുത്ത് കെട്ടി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി. ഇനി അത് റെഡി ആയിക്കോളൂ. ഇനി നമ്മൾ കയറ് ലൂസ് ആവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചെറുതായി ടൈറ്റ് പിടിച്ചു കൊടുക്കുക, മുകളിൽ കെട്ടി കൊടുക്കുക. അതൊക്കെ പൊന്തിയിട്ട് മതി. എന്നാലിപ്പോൾ ഇനി ഇങ്ങനെ കുത്തനെ നിൽക്കും. അപ്പം നമുക്ക് കുറച്ച് ആയി വരുന്ന, നമുക്ക് വിളവെടുക്കാനായ മുന്നേ നട്ട ഉരുളക്കിഴങ്ങ് ഉണ്ട്. ഇതിന് മുന്നേ നമ്മൾ കാണിച്ചാണ്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിൽ, കാറ്റുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തതാ. ഇത് ഗ്രോ ബാഗിലാട്ടുള്ളത്. ഏകദേശമൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇത് നമ്മളിങ്ങനെ വാടി ഉടനെ തന്നെ നമ്മൾ വിളവെടുക്കാതെ കുറച്ചും കൂടെ ചെടി നശിച്ചു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കൂടെ കിഴങ്ങാവുമെന്നാണ് പറയുന്നത്. നമുക്കൊരു കമൻറ്റിൽ വന്നതാണ്. എന്നാലും ഇത് നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ചെടി വാടിയപ്പോഴത്തേക്ക് നമ്മൾ വേഗം വിളവെടുത്ത്. ഒന്നും മണ്ണിൽ കിടന്നാൽ കിഴങ്ങ് ഒന്നും ആവില്ല എന്ന് അവർ പറയുന്നത്.
അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കും വേണം. അപ്പോൾ ഇത് ഇത്രയും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട്ടു കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ വീട്ടിലാവശ്യത്തിന് ഒരു വട്ടം കിഴങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നുപോയി. നമ്മൾ കാപ്പിയോടെ ഇതൊക്കെ തിരക്കായതുകൊണ്ട് അടുപ്പിച്ച് നടുകയാണെങ്കിൽ ഒരു കിഴങ്ങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ആയി കിട്ടലുണ്ട്. അപ്പം ചെയ്യാൻ എല്ലാവർക്കും എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഇപ്പം ഈ തണുപ്പൊക്കെ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താണ് നമുക്ക് മറ്റേത് വിളവെടുത്താലൊക്കെ അറിയുള്ളൂ. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുള വന്ന് ഒരു പാകത്തിനുള്ള ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണ് കയറ്റി കൊടുക്കുക. ഇതുപോലെ കമ്പ് എന്തെങ്കിലും വെച്ചിട്ട് കെട്ടണം. അങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ലെവലിൽ നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാൽ വീഡിയോ ഇവിടെ